ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്തോസ് ടോക്സ്. ഇറ്റ്സ് മീ യെസ് പാത്തോസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ സ്കിൻ കെയർ പറഞ്ഞു തരാനോ വേറെ എന്തെങ്കിലും റെമഡീസ് പറഞ്ഞു തരാനോ കാര്യങ്ങളോ ഒന്നും അല്ല. നിങ്ങളോട് എനിക്കൊരു കാര്യം ഷെയർ ചെയ്യണം തോന്നി. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇപ്പം എന്റെ മനസ്സിൽ തട്ടിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം. അതിനി ഒരുപാട് വെച്ച് ലേറ്റ് ആക്കണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത്. തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ മെയിൻ ടോപ്പിക് എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് അതിന് മുന്നേ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം അവൾ എന്നോട് അവളെ ഇപ്പം ഞാൻ മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന സ്ക്രീൻഷോട്ടിലുള്ള എല്ലാവരും മാരീഡ് ആയിട്ടുള്ളവരാണ്. അപ്പം അവര് ആഫ്റ്റർ മാരേജ് അവരെന്താണ് അവർ ആ വീട്ടിൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ലൈഫ് എന്നുള്ള ഒരു 1-2 ഫ്രണ്ട്സിന്റെ ചാറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാന് ഒരാളോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവളോട് സംസാരിച്ച സമയത്ത് അവൾ എന്നോട് അവളെ കാര്യം ഷെയർ ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ ഇപ്പം എന്റെ ലൈഫ് അങ്ങനെ അല്ലാത്തതുകൊണ്ട്, എന്റെ ആഫ്റ്റർ മാരേജ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് എന്റെ വിചാരം ഇപ്പം പുറമേ അമ്മായിയമ്മ പോലെ കാര്യങ്ങളൊക്കെ നമ്മള് റീലിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ല റിയൽ ലൈഫിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ശരിക്കും അവൾ എന്നോട് കാര്യം ഷെയർ ചെയ്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. ഇങ്ങനെ ഒരു സംഭവം ശരിക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടിന് ഇതേ ടൈമിൽ തന്നെ ഞാൻ പെട്ടെന്ന് അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ചോദിച്ചു. അപ്പൊ അവളൊരു എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തു. എന്റെ ചുറ്റിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ആഫ്റ്റർ മാരേജ് സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ അമ്മായി അമ്മമാരെയും പിന്നെ ഇപ്പം വീട്ടില് മാരേജ് കഴിഞ്ഞിട്ടും അവിടുത്തെ ഇഷ്യൂസ് കാരണം വീട്ടിൽ വന്ന് നിന്നിട്ട് അവിടെയുള്ള വന്ന് കയറിയ കുട്ടീനെ ടോർച്ചർ ചെയ്യുന്ന കുറച്ച് നാത്തൂന്മാരുണ്ടല്ലോ, അവരെയും കൂടിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. ഈ കാണുന്നത് ഞാൻ പറഞ്ഞ ആദ്യം ഞാനൊരു ഫ്രണ്ടുമായിട്ട് ഒരു മീൻസ് ഈ ടോപ്പിക് സംസാരിച്ചതല്ല, വേറെ കാര്യങ്ങൾ സംസാരിച്ച് വന്നതിന്റെ കൂട്ടത്തിൽ ഇത് വന്നതാണ്. അപ്പം സംസാരിച്ചതാണ് ഇവളുടെ ഈ ടോപ്പിക്. അപ്പൊ അതിൽ അവൾ പറയുന്നുണ്ട് അവിടുത്തെ ഇങ്ങനെ ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ അവൾ വീട്ടിൽ അറിയിച്ചെന്നുള്ള രീതിക്ക് അവൾ എന്നോട് കാര്യം പറയുന്നുണ്ടായിരുന്നു. ദെൻ അപ്പൊ എനിക്ക് നല്ല ഫീൽ ചെയ്തു. അതിൽ അവൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പ്രഗ്നന്റ് ആവണം എന്ന്. കാരണം പ്രഗ്നന്റ് ആവുന്ന സമയത്തെങ്കിലും അവരെ മോന്റെ കുഞ്ഞാണല്ലോ എന്റെ വയറ്റിലുള്ളതെന്ന് എഴുതിയിട്ട് അവരെന്നെ സ്നേഹിച്ചാലോ എന്ന്. അവരിപ്പോ അവരുടെ മോള് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവളെ സ്നേഹിക്കുന്നത് കണ്ടു. അപ്പൊ അവരെ മോന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുള്ളപ്പോ എന്നെ സ്നേഹിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവള് പ്രഗ്നന്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. ശരിക്കും അത് ആലോചിച്ച് നോക്കെ. ആ ഒരു ലൈഫ് ഫുള്ളായിട്ട് ഒരു ഹാപ്പി ലൈഫ് അല്ലാതെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉള്ളപ്പോൾ മാത്രം ഹാപ്പിയാണ്. ഹസ്ബൻഡ് ഇപ്പൊ അബ്രോഡും കാര്യങ്ങളായിട്ടുള്ള പ്രവാസിന്റെ വൈഫ് ശരിക്കും വീട്ടിൽ ഹാപ്പി ആണോ തിരക്കാൻ നിങ്ങളെ പ്രവാസികളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം ആഫ്റ്റർ മാരേജ് ഒരുപാട് അമ്മായിയമ്മയുടെയും ഹസ്ബൻഡിന്റെയും നാത്തൂന്റെയും ചേട്ടത്തിമാരുടെയും, ഇതൊന്നും ചേട്ടത്തിമാർ അത്ര വലിയ വില്ലത്തികളല്ല, ചിലപ്പോൾ വന്ന് കയറിയ ആളായതുകൊണ്ടായിരിക്കാം ഈ നാത്തൂനും ഹസ്ബൻഡും അമ്മായിയമ്മയുടെ ഒക്കെ അമ്മായിയച്ഛന്റെ ഒക്കെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മളെ ചുറ്റിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് നമുക്കതൊന്നും വലിയ കാര്യമല്ലാത്തത് ശരിക്കും ചിലപ്പോൾ നമ്മളത് അനുഭവിക്കുന്നോണ്ടായിരിക്കും അല്ലെ. എനിക്കതങ്ങനെ പറഞ്ഞ കേട്ടപ്പോൾ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. കാരണം ഞാനും ഓളും ഒക്കെ കളിച്ച് വളർന്ന ആൾക്കാരാണ്. ഞാൻ ഇവിടെ എന്റെ ലൈഫ് ഹാപ്പിയാണ്, എന്റെ ഫാമിലി. എനിക്ക് ആഫ്റ്റർ മാരേജ് എന്റെ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ സ്വന്തം ഉമ്മായെ പോലെ, അല്ലെങ്കിൽ എന്റെ ഇവിടുത്തെ അമ്മായിച്ചൻ എന്റെ വാപ്പായെ പോലെ, എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ ഓക്കെ. പക്ഷെ ഇത് ഓപ്പോസിറ്റ് ആയിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അങ്ങനെയല്ല, അവളവിടെ ഹാപ്പി അല്ല എന്ന് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. അതിന്റെ കൂടെ അവള് വീട്ടുകാരെ സ്നേഹിക്കാൻ വേണ്ടി പ്രഗ്നന്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ഞാൻ ആ അമ്മായിയമ്മേനോടും ആ നാത്തൂനോടും ഞാൻ പറയാം, വേറൊരു വീട്ടിലെ രാജകുമാരിനെയാണ് നിങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് വേലക്കാരിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളെയൊക്കെ ശരിക്കും ഉമ്മാന്ന് വിളിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് ഉണ്ടോ ഇങ്ങനെ അമ്മായിയമ്മ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ? സ്വന്തം മോളെ പോലെ എന്തുകൊണ്ടാ വന്നു കയറുന്ന മക്കളെ കാണാൻ പറ്റാത്തെ? എനിക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ അവൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ എന്നോട് കാര്യം പറഞ്ഞു, ഇവിടുത്തെ എല്ലാ ജോലികളും ഞാനാടി ചെയ്യുന്നേ, എനിക്ക് സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, രാവിലത്തെ കുക്ക് ചെയ്യണം, പിന്നെ ആ വീട്ടിലുള്ള നാത്തൂന്റെ കുട്ടീനെ ക്ലിയർ ആക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവൾ പറഞ്ഞു. അപ്പം ഓള് വന്ന് കയറുന്ന മുന്നേ നിങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ല, നിങ്ങള് പട്ടിണില്ലേനു, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ആക്കി കഴിക്കലേനു, ഓള് വന്നതിന്റെ പേരിൽ ഓള് കുക്ക് ചെയ്താലേ തിന്നത്തുള്ളൂ, അല്ലെങ്കിൽ ഓള് ഉണ്ടാക്കിയാലേ ഫുഡ് ഉണ്ടാവത്തുള്ളൂ എന്നാ? നിങ്ങൾക്ക് എന്ത് മനുഷ്യരാന്ന്? നിങ്ങൾക്ക് എങ്ങനെ ഒരു വീട്ടിൽ വന്ന് കയറിയ ഒരാളോട്, അല്ലെങ്കിൽ സ്വന്തം വീടും സ്വന്തം ഫാമിലിയും ഒക്കെ കളഞ്ഞിട്ട് നിങ്ങൾ അവരെ ഫാമിലി ആയിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് വന്ന് കയറിയ ഫാമിലിയിലെ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നേ? ഞാൻ വേറെ കുറച്ച് 2-3 ചാറ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. അതിലും ഈ ഒരു ആ ടോപ്പിക് ഒക്കെ തന്നെയാ സംസാരിക്കുന്നത്. അറിയാത്തോണ്ട് ചോദിക്കുക, ഈ നാത്തൂമാരോടാ നിങ്ങളെ കെട്ടിച്ചു വിട്ട് എന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്നൂടെ? നിങ്ങൾ എന്തിനാ സ്വന്തം വീട്ടിൽ നിന്ന് നിൽക്കുന്നേ? ഓക്കെ, നിങ്ങൾക്ക് അവിടെ പ്രശ്നമാണ്, ഓക്കെ, നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടാണ്, സമ്മതിച്ചു. അപ്പൊ നിങ്ങളെ വീട്ടിൽ തിരിച്ചു വന്നു നിന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളെ കുറ്റം പറയത്തില്ല. പക്ഷെ നിങ്ങള് ഇപ്പൊ നിങ്ങളുടെ ബ്രദറിന്റെ വൈഫോ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പം നിങ്ങൾക്ക് അറിയാം ആ വീട്ടിൽ നിങ്ങൾ അനുഭവിച്ച എന്താണ് എന്നുള്ളത്. അത് നിങ്ങളെ വീട്ടിൽ വന്നു കയറുന്ന ഒരാളും കൂടെ
എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളെ മനസ്സിന്ന് ആലോചിച്ച് നോക്കിയാൽ പൊതുവെ ഇപ്പൊ നമുക്കൊരു അസുഖം വന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ അത് വേദന അറിയാന്നുള്ളപ്പം അത് മറ്റൊരാൾക്ക് വരലേ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ആ ഓലെ പിന്നെ പിന്നെ വേദനിപ്പിക്കാൻ പറ്റുന്നേ? ഒരു കുറെ സ്വപ്നങ്ങളുമായിട്ട് കല്യാണം കഴിച്ചിങ്ങോട്ട് കയറി വന്നിട്ട് ഇവരെ മുഖം മുന്നിൽ കണ്ടിട്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോ എങ്ങനെ നമുക്ക് സ്വന്തം വീടായിട്ട് കാണാൻ തോന്നുന്നേ? അതിൽ ഒരാൾ പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണെന്ന് അവര് പറഞ്ഞോന്ന്. ഇതേപോലെ മരിച്ച ഓരോ പെണ്ണുങ്ങളും പറഞ്ഞിട്ടുണ്ടാവും എനിക്കിവിടെ പറ്റുന്നില്ല അമ്മ, എനിക്കിവിടെ പറ്റുന്നില്ല അച്ഛാന്ന് പറഞ്ഞിട്ട് അവരും പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഈ ഫാമിലി തന്നെ പറയും മോളെ ഈ നാട്ടുകാർ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലം ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ. എന്നാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയും അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന്. എല്ലാം നഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാവും. സത്യം പറഞ്ഞ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാം ആയിട്ട് സംസാരിക്കുന്നില്ലേ, അത് ഞാൻ തന്നെ എന്നെ പിടിച്ചു നിർത്തിയിട്ടാ കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ഇങ്ങനെ അവരോട് സംസാരിക്കുമ്പോഴും അവരെ മെസ്സേജ് വായിക്കുമ്പോഴും എനിക്കിങ്ങനെ തരിച്ചിങ്ങനെ കയറി വരും. ഓലെ മോന്ത പിടിച്ചിട്ട് ഇങ്ങനെ തേക്കാത്ത ചുമരുമേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഈ നാത്തുമാരോട് ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? ഉളുപ്പ് കെട്ടിച്ചുട്ടേ വീട്ടിൽ നിൽക്കണം. ഞാൻ എല്ലാ നാത്തുമാരല്ല കേട്ടോ പറയുന്നത്, അതായത് ഈ വന്ന് കയറി പെണ്ണിട്ട് ഉപദ്രവിക്കുന്ന നാത്തുമാരോടാ. അങ്ങനെയുള്ളവളുമാര് സ്വന്തം ആ കെട്ടിച്ചുവിട്ട വീട്ടിൽ തന്നെ നിൽക്കണം. എന്തിനാ തള്ളിക്കറ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വന്ന് നിൽക്കുന്നേ? ഈ ഹസ്ബൻഡിനോടാ നിങ്ങളെ വൈഫിനോട് ചോദിക്കുക, നിങ്ങളെ നാത്തൂനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? നാത്തൂൻ തന്നെ ഇവിടെ എന്തെങ്കിലും അൺകംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്നെ ദ്രോഹിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവളെ നേരെ ഹസ്ബൻഡിന്റെ വീട്ടിലും പറഞ്ഞു വിട്ടേക്കണം. അവൾ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവുമല്ലോ ഈ വേദന എന്താന്ന്. ഇങ്ങനെയുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ എനിക്കിത് പെട്ടെന്ന് മെസ്സേജ് കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങ് ട്രിഗർ ആയതാ കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒന്ന് പറയണമെന്നില്ല. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ നല്ല ദേഷ്യത്തിൽ പൊളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഞാൻ കുറച്ചൊക്കെ എന്റെ സ്റ്റാൻഡേർഡ് ഞാൻ കീപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മാന്യമായിട്ട് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് വേറൊരു വീട്ടിലെ രാജകുമാരിനെയാണ് നിങ്ങൾ ഈ ഇട്ട് ദ്രോഹിക്കുന്നത്. പിന്നെ പെണ്ണിന്റെ കണ്ണീര് വേണ്ടിട്ടൊന്നും നിങ്ങൾക്ക് അധിക നാളൊന്നും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കയറി വന്ന പെണ്ണ. അവളായിട്ട് കരയിച്ച് അല്ലെങ്കിൽ അവളെ സങ്കടപ്പെടുത്തിയിട്ട് നിങ്ങൾ എത്ര നാൾ ചിരിക്കും? നിങ്ങൾ എത്ര നാൾ ഹാപ്പി ആയിട്ടിരിക്കും? പറ്റുകയാണെന്നുണ്ടെങ്കിൽ മരുമോളെ മോളായിട്ട് കാണാൻ പഠിക്കുക. നാത്തൂമാരോട് അവളെ സ്വന്തം പെങ്ങളായിട്ട് കാണാൻ പഠിക്കുക. അല്ലാതെ അവളായിട്ട് ഉപദ്രവിച്ചിട്ട് അവളെ കണ്ണീരും കണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അതിനൊക്കെ കരയേണ്ടി വരും. ആ കണ്ണീരിന് നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലും വില പറയേണ്ടി വരും. പിന്നെ അവളുടെ വീട്ടുകാരോട് അവള് വിളിച്ച് പറയുമ്പം ഒരുപാട് പെൺകുട്ടികൾ പറയത്തില്ല ഇങ്ങനെ അവര് വിഷമിക്കുമോ എന്നുള്ള ഓർത്തിട്ട് പറയത്തില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവരത്രയും ഗതികെട്ടിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മീൻസ് പെൺകുട്ടിയോടും അമ്മമാരോടും അച്ഛനോടും സഹോദരന്മാരോടും ആട്ടോ. അവളിപ്പോ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ അത്രയും ഗതികെട്ടിട്ടായിരിക്കും പറയുന്നത്. അവള് കാര്യങ്ങൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കുക. അത് കുറച്ച് പ്രശ്നത്തിലോട്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞാല് നീ അവിടെ നിൽക്ക്. നാട്ടുകാരെന്തോ പറയും, കൂട്ടുകാരെന്തോ പറയും, വീട്ടുകാരെന്തോ പറയും പറഞ്ഞ് കേട്ട് നിൽക്കാതെ അവളെ മാക്സിമം അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ നിങ്ങൾ ജസ്റ്റ് ഫോണിൽ എടുക്കുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ കാണുന്ന ന്യൂസ് നിങ്ങളെ വീട്ടിലും സംഭവിക്കും. അപ്പൊ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, മാരേജ് കഴിഞ്ഞ് വിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചങ്ങ് വിട്ട് ഇനി അവർ ലൈഫ് അവർക്കെന്ന് വിചാരിക്കാതെ ഇടയ്ക്കെങ്കിലും ഒക്കെ അവരെ വിളിച്ചിട്ട് അവരെ ഹാപ്പിയാണോ, അവരോട് ഓക്കെ ആണോ, അവർ കംഫർട്ട് ആയിട്ടാണോ ഉള്ളത്, അവരെ ഹസ്ബൻഡ് ക്ലിയർ ആണോ, നാത്തൂൻ ക്ലിയർ ആണോ, അമ്മായിയമ്മ ക്ലിയർ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ചേട്ടത്തിമാരെ പറ്റി പറയാത്തത് ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിട്ട് എവിടെയും ചേട്ടത്തിമാര് പ്രശ്നമായിട്ട് ആരും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ചേട്ടത്തി വന്ന് കയറിയ ആളാണല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള പ്രശ്നമുള്ള ചേട്ടത്തിമാരുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ കേട്ട ഫ്രണ്ട്സിലും ആരും അങ്ങനെ ചേട്ടത്തിമാര് പ്രശ്നമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെ തന്നെ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ നാളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതിരിക്കത്തില്ല. ഒരു പെണ്ണിന്റെ കണ്ണീര്, ആണിന്റെ ആയിരുന്നാലും ഞാൻ പറയാം കേട്ടോ, കണ്ണീര് വീഴ്ത്തി കഴിഞ്ഞാല് അത് അതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങളെ കണ്ണിൽ നിന്ന് പൊഴിയ തന്നെ ചെയ്യും. നിങ്ങൾ കരയേണ്ടി ഒരിക്കലും വരും.